ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് DSL 2730U റൗട്ടറിൽ നിന്ന് എങ്ങനെ നമുക്ക് പോർട്ട് ഫോർവേഡിംഗ് ചെയ്യാം, അതേപോലെ തന്നെ DMZ എങ്ങനെ ആക്ടിവേറ്റ് ആക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ലോഗിൻ ചെയ്യാം, റൗട്ടറിലേക്ക് ലോഗിൻ ചെയ്യാം, ഡിഫോൾട്ട് IP ഉപയോഗിക്കാം. ലോഗിൻ ചെയ്തതിനു ശേഷം അഡ്വാൻസ് ഓപ്ഷനിൽ ചെല്ലുക. DMZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് പോർട്ട് ആ പെർട്ടിക്കുലർ സെർവറിലേക്ക് പോയിന്റ് ചെയ്യുന്നതിനാണ് DMZ അഥവാ ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്ന് പറഞ്ഞ ഈ ഒരു സെറ്റിംഗ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് പോർട്ട്സും അതായത് കംപ്ലീറ്റ് സർവീസുകളും നമുക്കൊരു പെർട്ടിക്കുലർ IP-യിലേക്ക് ഫോർവേഡ് ചെയ്ത് തീർക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് DMZ കോൺഫിഗറേഷൻ. ആദ്യം DMZ ഇനേബിൾ ചെയ്യുക, അതിനുശേഷം ഏത് IP-യിലേക്കാണ് നമുക്ക് വേണ്ടത് ആ IP കൊടുക്കുക, അതിനുശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ കോൺഫിഗറേഷൻ സെറ്റ് ആവും. ഇത്തരത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എന്താ ഗുണം, ഇത്തരത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാ പോർട്സുകളും ആ ഒരു പെർട്ടിക്കുലർ സെർവറിലേക്ക് മാത്രമാണ് ആക്സസ് ആവുന്നത്. അത് നമ്മൾ പോർട്ട് ഫോർവേഡിംഗ് എന്ന് പറഞ്ഞ കോൺഫിഗറേഷനിൽ അത് സെറ്റ് ചെയ്യാത്ത എല്ലാ പോർട്ടുകളും, അതായത് പോർട്ട് ഫോർവേഡിംഗിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊഴിച്ച് എല്ലാ പോർട്ടുകളും DMZ IP ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന IP-യിലേക്കായിരിക്കും ഫോർവേഡിംഗ് നടക്കുന്നത്. ഇത് ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസേബിൾ പ്രസ് ചെയ്യാം, അതിനുശേഷം അപ്ലൈ കൊടുത്താൽ മാത്രം മതി. അതായത് ഇനേബിൾ DMZ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ അൺചെക്ക് ചെയ്തിട്ട് അപ്ലൈ കൊടുത്താൽ മാത്രം മതി, അത് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അടുത്താണ് പോർട്ട് ഫോർവേഡിംഗ്. പോർട്ട് ഫോർവേഡിംഗ് നമുക്ക് ഏത് പോർട്ടാണോ, ഏതെങ്കിലും പെർട്ടിക്കുലർ പോർട്ടിനെ നമുക്ക് ഫോർവേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്, അതായത് എക്സ്റ്റേണലി ഏതെങ്കിലും ഒരു സെർവറിനെ ഒരു ഡിവൈസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോർട്ട് ഫോർവേഡിംഗ് ഉപയോഗിക്കുന്നത്. ഡിഫോൾട്ട് കുറേ പോർട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്, അത് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്ക് കസ്റ്റം പോർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം കസ്റ്റം നെയിം ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ഒരു നെയിമായിട്ട് ഉപയോഗിക്കുന്നത് ടെസ്റ്റ് ആണ്. അതിനുശേഷം പ്രോട്ടോകോൾ, നമുക്ക് രണ്ടുതരം പ്രോട്ടോകോളാണ്, TCP UDP. അതിൽ ഞാൻ TCP ആണ് സെലക്ട് ചെയ്യുന്നത്. ഇന്റർഫേസ്, നമ്മുടെ വാൻ ഇന്റർഫേസ് നമുക്ക് സെലക്ട് ചെയ്യണം. IP അഡ്രസ് ഉണ്ടെങ്കിൽ IP അഡ്രസ് കൊടുക്കാം. ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് വാൻ ഇന്റർഫേസിനെ തന്നെയാണ്. PPPoE ആണ്. നമുക്കറിയാം ഡിഫോൾട്ട് ഇതിനൊരു ഇന്റർഫേസ് ഉള്ളൂ, വാൻ ഇന്റർഫേസ് ഉള്ളത് PPPoE ആണ്. അതുകൊണ്ടാണ് ഞാൻ വാൻ ഇന്റർഫേസിനെ സെലക്ട് ചെയ്തത്. കാരണം ഇതിൽ വന്ന IP മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ PPPoE ഓട്ടോമാറ്റിക്കലി എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇന്റർഫേസ് സെലക്ട് ചെയ്ത് PPPoE സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം വാൻ പോർട്ട്, ഏത് പോർട്ടാണോ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ആ പോർട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ലാൻ പോർട്ട്, ഔട്ട്സൈഡ് പോർട്ടും ഇന്റേണൽ പോർട്ടും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഞാൻ ആ സെയിം പോർട്ട് തന്നെയാണ് രണ്ടിലും ഉപയോഗിക്കുന്നത്, ഞാൻ അത് തന്നെ കൊടുക്കുക. അതിനുശേഷം ഇന്റേണൽ സെർവറിന്റെ IP ഏതാണോ ആ IP ഇവിടെ അടിച്ചു കൊടുക്കുക. ഏത് IP ആണോ അത് അടിച്ചതിന് ശേഷം ആഡ് പ്രസ് ചെയ്താൽ മാത്രം മതി, ഇവിടെ ആഡ് ചെയ്യും. ഇത്തരത്തിൽ മൾട്ടിപ്പിൾ പോർട്ടുകൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ ഡിസേബിൾ ചെയ്യണോ അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഇതിനെ ഡിസേബിൾ ചെയ്ത് നിർത്താം. അത് ഡീആക്ടിവേറ്റ് ആയിരിക്കും, ആ സർവീസ് ഡീആക്ടിവേറ്റഡ് ആയിരിക്കും. അതായത് ഈ പോർട്ട് ഫോർവേഡിംഗ് വർക്കിംഗ് ആയിരിക്കില്ല. നമുക്ക് എപ്പോഴാണ് വേണ്ടത് അപ്പോൾ മാത്രം നമുക്ക് ഇനേബിൾ ചെയ്യാം. ഇങ്ങനെ ഒരു ഫീച്ചറും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, സെലക്ട് ചെയ്യുക, അതിനുശേഷം ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching this video.